ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ റോസ്റ്റ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ പ്രൊമോ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോസ്റ്റിംഗ് കിട്ടാൻ പോകുന്ന അനീഷിനായിരുന്നു വിചാരിച്ചത്. കാരണം ഈ PR എന്താണെന്ന് അറിയില്ല. അതേപോലെ സെലിബ്രിറ്റീസിനും കോമണേഴ്സിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം കമ്പാരിസൺ ചെയ്ത് ആകെ ഒരു കൊളായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ലാലേട്ടൻ അദ്ദേഹത്തിന് കുറെ വാണിംഗ് കൊടുക്കുന്ന ഒരു പ്രൊമോ നമ്മൾ കണ്ടത്. പക്ഷെ ശരിക്കും അന്വേഷണം കൂടുതൽ റോസ്റ്റ് ചെയ്യപ്പെട്ടത് ശരിക്കും ഇല്ല, അത് വലിച്ചു കീറുന്നൊക്കെ നമ്മൾ പറയുന്നത് നാടൻ ഭാഷയിലെ ശരിക്കും ഷാനവാസാണ്. ഷാനവാസിനെ എടുത്തുടുത്ത് അല്ലെങ്കിൽ ഷാനവാസിനെ പരത്തി എന്നൊക്കെ പറയാം. അതേപോലെ ഷാനവാസ് ഒന്നുമില്ലാതായി പോയി. ഷാനവാസിന്റെ ഗെയിം തീർന്നു പോയി. ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഷാനവാസിന്റെ ഗെയിം, അതിന് മുമ്പ് ഷാനവാസിന്റെ ഗെയിം എന്ന് രണ്ടായിട്ട് നമുക്ക് പറയേണ്ടി വരും. അത്രയ്ക്കും ഷാനവാസിനെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ശരിക്ക് അടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഷാനവാസിന്റെ പല ഗെയിമുകളും ഇവിടെ പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്. ഷാനവാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാനവാസ് ആദ്യത്തെ കുറെ എപ്പിസോഡിലൊക്കെ ഷാനവാസ് അക്ബറും തമ്മിലുള്ള ഒരു വാക്കേറ്റം കാര്യങ്ങൾ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഷാനവാസിന് ഇഷ്ടമായിരുന്നു. ഷാനവാസ് പല നല്ല കാര്യങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഫാമിലി റൗണ്ട് വന്നതിന് ശേഷമാണ് ഷാനവാസിൽ പ്രകടമായിട്ടുള്ള കുറേ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത്. അതിൽ പ്രധാനമായിട്ടും കോമഡി എലമെന്റ് കുറെ അദ്ദേഹത്തിന് ഗെയിമിൽ ചേർക്കാനായിട്ട് തുടങ്ങി. അത് ശരിക്കും ഒരു കല്ലുകടിയായിരുന്നു. ഈ ഒരു ഷാനവാസ് എന്ന് പറയുന്ന ഒരു ബിംബം ഉണ്ടല്ലോ എല്ലാവരും മനസ്സിലായി. അത് ഉടനെ താറുമാറായിട്ടുള്ള ഒരു തരം ഗെയിമായിരുന്നു അദ്ദേഹം പുറത്തെടുത്തുള്ളത്. അതൊക്കെ ഒരു തരത്തിലുള്ള ചേഷ്ടകള്, സ്ത്രീകളെ അടുത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ടുള്ള സെയിറ്റ് അടിക്കല്, അതുപോലെ കൈ കൊണ്ടുള്ള കുറെ ആക്ഷൻസ്, തല കൊണ്ടുള്ള ആക്ഷൻസ്, ഇതൊക്കെ നടന്നു. ഇതൊക്കെ ഷാനവാസ് തന്നെയാണോ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ചിന്തിച്ചു പോയി. അദ്ദേഹത്തിന്റെ ഗെയിം എങ്ങോട്ട് പോയി, അദ്ദേഹം ഒരു കോമാളിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോഴൊക്കെ അദ്ദേഹം സ്ത്രീകളോട് അക്ബറിനോടുള്ളത് അവിടെ ഇവിടെയും കുശുമും കുന്നായ്മ എന്നുള്ള രീതിയിൽ മാറ്റി അദ്ദേഹം അക്ബറുമായിട്ടുള്ള ഒരു വാക്ക് തർക്കത്തിന് പോയിട്ടില്ല. അതിനൊരു പ്രധാന കാരണം ബിഗ് ബോസ് തന്നെയാണ്. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുത്തുകൊണ്ടാന്ന് നമുക്ക് പറയാം. അതുപോലെ അക്ബറും തിരിച്ചുണ്ടായിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വാക്കേറ്റം മുഴുവൻ പിന്നെ അവിടുത്തെ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്തായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത്. തുടങ്ങി വെച്ചത് തന്നെ ആദിലയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്തേക്ക് അനുമോളുടെ ഗെയിം തകർക്കാനുള്ള ഒരു പ്ലാൻ ഒരുക്കി. അത് കഴിഞ്ഞ് ലക്ഷ്മി, ബിന്നി, ഇങ്ങനെയുള്ള സ്ത്രീ കണ്ടസ്റ്റൻസിന്റെ അടുത്താണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഗെയിം എടുത്തത്. അത് ഗെയിം എന്ന് മാത്രമല്ല, വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, അതുപോലെ എടി, പൂടി, തമ്പരാട്ടി, ഇതുപോലെയുള്ള ഒരുപാട് വിളികളൊക്കെ അവിടുത്തെ സ്ത്രീകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തുകയാണെങ്കിൽ ഷാനവാസ് ജിസേലിനോട് മാത്രമാണ് ഒരു നന്നായിട്ടൊരു പെരുമാറിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അത് ജിസേലിന്റെ ഒരു രീതിയില്, അതായത് ഷാനവാസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നല്ലതുപോലെ ജിസേലിന് അറിയാം. ജിസേലിന് അറിയാം ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇദ്ദേഹത്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇദ്ദേഹത്തിനെ തിരുത്താൻ സാധിക്കൂ എന്നൊക്കെ ജിസേലിന് അറിയാം. അതാണ് ജിസേൽ ഒരു നല്ല ഗെയിമർ ആയിരുന്നു എല്ലാവരും പറഞ്ഞു. ഷാനവാസിനെ ശരിക്കും മൂക്കയിലിട്ട് നിർത്താൻ പറ്റിയ ഒരു ഗെയിമർ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ജിസേൽ മാത്രമായിരുന്നു. ജിസേൽ കുറെ നേരം ഷാനവാസ് പറയുന്നത് കേൾക്കാനായിട്ട് നിന്നു കൊടുത്തിരുന്നു. അതുപോലെ എന്തൊക്കെയാണ് ജിസേലിന് അങ്ങോട്ട് പറയാനുള്ളത് അത് ഷാനവാസ് ഇരുന്ന് കേട്ടിരുന്നു. അല്ലെങ്കിൽ ഷാനവാസ് ജിസേലിന്റെ അടുത്ത് ഇതുവരെ എടി, പൂടി ആ വാക്കൊന്നും പ്രയോഗിച്ചില്ല. ലക്ഷ്മിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഷാനവാസ് എന്തെങ്കിലും പറയുമ്പോൾ അപ്പ പ്രതികരിക്കും. ലക്ഷ്മി പ്രതികരിക്കുന്നതും ജിസേൽ പ്രതികരിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ജിസേല് അല്പം ചിരിച്ച് ഷാനവാസിനെ ഒന്ന് സമാധാനപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് ഷാനവാസിന്റെ ഈ ഗെയിമിനെ ജിസേല് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ലക്ഷ്മി ഷാനവാസ് എന്താണോ അതിന്റെ ഫീമെയിൽ വേർഷനാണ്. അതായത് ലക്ഷ്മി തുറന്നടിച്ച പോലെയാണ് കാര്യങ്ങൾ പറയുക. ബിന്നിയും ഏകദേശം ആ ഒരു ഇതിൽ തന്നെ. അനുമോളുടെ കാര്യം വെച്ചാൽ അനുമോൾ ആദ്യം പ്രതികരിക്കാൻ വന്നു, പിന്നീട് അനുമോള് വേണ്ടാന്ന് വെച്ച് വിട്ടുകളഞ്ഞു. അതായത് ഷാനുക്ക, അതായത് സീരിയൽ ഫീൽഡിലുള്ള ഒരു സ്വന്തം സഹോദരൻ എന്നുള്ള രീതിയിൽ അനുമോള് പല കാര്യങ്ങളും വിട്ട് കളയാണ് ചെയ്തത്. അത് ഷാനവാസുമായിട്ടുള്ള മുഖാമുഖത്തിലുള്ള തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. അതുപോലെ ആദിലയാണെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കരുതി. അത് നെവിന്റെ ഒരു കേസ് വന്ന സമയത്ത് ആദിലയ്ക്ക് മനസ്സിലായി ആദിലയ്ക്ക് ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഷാനവാസിന്റെ അടുത്ത് ആദില ശരിക്കും ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് സ്വന്തമായിട്ട് ആദിലയ്ക്ക് മനസ്സിലായത് നൂറ മുഖാന്തരം ആദിലയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആദില ഷാനവാസായിട്ട് ഒരുപാട് സംസാരിക്കും. അത് തമ്മിൽ സംസാരിച്ചതിന് ശേഷം ആദില കുറെ കരയുകയും അങ്ങനെ
വന്നതിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്. അപ്പോൾ ഷാനവാസ് എടി പൊടി എന്ന് വിളിച്ചാലും എന്തിനു ഒരു അടി തന്നെ കൊടുത്താലും ആതിര ക്ഷമിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരുന്നു. അതാണ് ഇന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് എടുത്ത് ചോദിച്ചത്. ആതിരയ്ക്ക് ഷാനവാസ് അടിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് ഷാനവാസിക്കാണ്, മറ്റുള്ള ആൾക്കാരെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞ് വിവരം അറിയുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ആതിര പറയുന്നത് ഇതിനകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപോലെ കാണണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആതിരയുടെ ഒരു ഗെയിം അവിടെ പൊളിഞ്ഞു. അതായത് ഗ്രൂപ്പിസം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അതിന്റെ പേരിൽ പല കാര്യങ്ങളും സപ്രസ് ചെയ്യും, പല കാര്യങ്ങളും പുറത്ത് പറയാതെയും ഒക്കെ ഒതുക്കുന്ന ഒരു രീതിയാണ് ആതിരയുടെ ഗെയിം എന്നുള്ളത് ലാലേട്ടൻ അവിടെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടു നൂറയും ആതിരയും കൂടി സംസാരിക്കുന്നത്. അപ്പൊ ആതിര പറയാണ് ഇനി മുതൽ എനിക്ക് അങ്ങനെ ഒരു ഗെയിം ഇല്ല, എല്ലാവരുടെ അടുത്ത് ഞാൻ ഗെയിം കളിക്കും, അത് ഷാനവാസിക്കാന്നോ അങ്ങനെ അനുവെന്നോ അങ്ങനെ ഒരു മാറ്റമൊന്നുമില്ല, നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നാണ്, ഇത് കഴിഞ്ഞ് നമ്മൾ തന്നെയുള്ളൂ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം എന്ന് നൂറോട് ആതിര പറയുന്നത്. നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് എന്തിനാണ് ഈ ഇക്ക മകൾ അതായത് ജ്യേഷ്ഠൻ സഹോദരി അതൊന്നുമില്ല, അതിലെല്ലാവരും ഗെയിമേഴ്സ് ആണ്, എല്ലാവരും വന്നിരിക്കുന്നത് ഇതിന്റെ വിന്നറാവാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് ഇവിടെ ഇക്ക കളിയും അനിയത്തി കളിയൊക്കെ ആയിട്ട് ഇത് കുളമാക്കി നമുക്ക് പ്രേക്ഷകർക്ക് മടുപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് ഗെയിമൊക്കെ മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് വീക്കെൻഡുകളിൽ ലാലേട്ടൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നത്. ഷാനവാസിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത്രയും വലിയൊരു ലെജൻഡ് ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് അദ്ദേഹത്തിന്റെ നമ്മുടെ മലയാള സിനിമയിലെ ഒരു നടൻ എന്ന രീതി നമ്മൾ ഇഷ്ടപ്പെടുന്നു. അല്ലാതെ ഇന്ത്യയിൽ തന്നെ കംപ്ലീറ്റ് ആക്ടർ അല്ലെ ദാദാസാഹേബ് ഫാൽക്കെ കിട്ടി ഒരുപാട്. ആ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ തന്നെയുള്ള കരഘോഷം തന്നെ കണ്ടാൽ അറിയാം അദ്ദേഹത്തെ എത്രമാത്രമാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക. ആ ഒരു വ്യക്തി ഷാനവാസിനെ പോലെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എതിർത്തുകൊണ്ട് സംസാരിക്കും. നമ്മളെന്നാ അടിമ പോലെ നിൽക്കണമെന്നല്ല, അഭിപ്രായങ്ങൾ തുറന്ന് പറയാം. പക്ഷെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറയുമ്പോൾ പല കാര്യങ്ങളും എതിർക്കുന്ന പോലെ തോന്നി. എനിക്കത് വളരെ മോശമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ ഷാനവാസിന്റെ പാത്തൊരിച്ച മുഖത്തുള്ള മുഖഭാവം തന്നെ കണ്ടാൽ അറിയാം ഒരുപാട് ഗെയിം കയ്യിൽ നിന്ന് പോയിട്ടാണ് ഷാനവാസ് അവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം പല കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നതിന് ശരിയായ രീതിയിൽ മറുപടി പറയാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണമായിട്ട് ഇത് ഇവിടെ നിൽക്കാനായിട്ട് ഷാനവാസിന് ആദ്യം അനീഷിനോട് ചോദിച്ചു ആർക്കാണ് അനീഷിനെ താല്പര്യം ചോദിച്ചപ്പോൾ അനീഷ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഷാനവാസിനോടാണല്ലോ എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞു ഷാനവാസ് ആണ് ഇവിടെ നിൽക്കാൻ താല്പര്യം. അപ്പൊ തന്നെ ലാലേട്ടന്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അതിന് ഷാനവാസിനെ നോമിനേഷനിൽ വന്നത് എവിക്ഷനിലുള്ള നോമിനേഷനിലേക്ക് പേര് നിർദ്ദേശിച്ചത് അനീഷാണെന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു അത് അദ്ദേഹം മോശമായിട്ട് കളിച്ചതുകൊണ്ട് എനിക്ക് ഞാൻ നോമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അനീഷിന്റെ ഭാഗത്ത് ന്യായമാണല്ലോ. നേരെ തിരിച്ച് ഇതേ ചോദ്യം തന്നെ ഷാനവാസിനോട് ഷാനവാസ് ഉടനെ പറഞ്ഞത് എനിക്ക് അനുമോൾ ഇവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ ഉടനെ ചോദിച്ചു എന്താണ് അപ്പൊ അനീഷിനെ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് അപ്പോൾ ഒരു തോന്നുന്നു. കാരണം അനീഷ് ഷാനവാസ് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഷാനവാസ് പറഞ്ഞത് എന്താ അനീഷ് വേണമെങ്കിൽ എവിക്റ്റ് ആയിപ്പോട്ട് അനു നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഷാനവാസിന് മനസ്സിലായി അവിടെ ആകെ പ്രശ്നം. കാരണം എന്താണെന്ന് പറയും ഷാനവാസിന്റെ മൈൻഡ് ആകെ പോയി. ഷാനവാസിന് കിളി പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്ത് പറയണം എങ്ങനെ പറയണം ഒന്നും ഇപ്പോൾ ഷാനവാസിന് മനസ്സിൽ വരുന്നില്ല. അതാണ് നമുക്ക് കണ്ടാലറിയാം. അദ്ദേഹം മെന്റലി ഭയങ്കര ഡൗൺ ആയി പോയ സാഹചര്യമാണ് ഇപ്പൊ ഇന്നത്തെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കണ്ടത്. അപ്പൊ അനുമോളെ പിന്നെ മാറ്റി പിന്നീട് അത് അനീഷിനാക്കി അനീഷ് ഇവിടെ നിൽക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നാണ്. അപ്പൊ അനുമോളുടെ മുഖം വാടി. ഇനി അനുമോൾ അതൊരു കണ്ടന്റ് ആയിട്ട് എടുത്ത് ഷാനവാസിനോട് എന്തായാലും അടുത്ത വീക്കിൽ മുഴുവൻ ചോദിക്കുന്നത് അത് ഉറപ്പാണ്. കാരണം അനുവിന് ഒരു കണ്ടന്റ് കിട്ടാതെ ഭയങ്കര വിഷമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അനു ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കും. അതേപോലെ ഇപ്പൊ അനീഷ് തന്നെ പറയും ഇത് തന്നെ ഒരു കണ്ടന്റ് ആക്കും, നിന്റെ ഒരു ഫേക്ക് ആണെന്ന് മനസ്സിലായി. കാരണം ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലാലേട്ടന് വേണ്ടി അനീഷിനെ സെലക്ട് ചെയ്ത പോലെ തോന്നി. അത് ലാലേട്ടൻ തന്നെ തോന്നി. ലാലേട്ടൻ താൻ എവിടെയാണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് തോന്നി. അത് ഷാനവാസിന്റെ ഗെയിം ആകെ തരിപ്പണമായ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നിക്കുന്നത്. ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടിയാണ് ഷാനവാസിന്റെ ഗെയിം എങ്ങോട്ടാണെന്നുള്ളത് ഷാനവാസിന് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് മനസ്സിലായി തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടി പോടി വിളിയുന്നല്ലോ. ഇപ്പൊ ലക്ഷ്മിനെ ആയാലും ബിന്നിനെ ആയാലും എഡി എന്ന് വിളിക്കുന്നത് ഒരുപാടായി. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കഴിഞ്ഞ വീക്കെൻഡിൽ തന്നെ ഈ ഒരു എടി പോടി വിളിയിൽ ഒരു നിയന്ത്രണം ബിഗ് ബോസോ ലാലേട്ടനോ കൊണ്ടുവരണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത് അത്ര ഒരു വിഷയമാക്കാതെ ലക്ഷ്മിയുടെയും ബിന്നിയുടെയും ഗെയിമിലുള്ള പാളിച്ചകളാണ് കൂടുതൽ എടുത്തു കാണിച്ചത്. അപ്പോൾ ഷാനവാസിന് തോന്നി ഇതൊക്കെ ശരിയായിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസിന് തോന്നിയത്. ഇനിയും എടി പോടി എന്ന് വിളിച്ചൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് അത് തുടരാണ് ചെയ്തത്. പക്ഷെ ഷാനവാസിന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളത് ബിഗ് ബോസിന് മനസ്സിലായതുകൊണ്ടാണ് ഷാനവാസിന് ഈ ഒരാഴ്ച അതിനിട്ട് ശരിക്കും കൊടുത്തിരിക്കുന്നത്. കാരണം ഷാനവാസ് നിയന്ത്രിക്കുന്ന കാണില്ല. എപ്പോൾ നോക്കിയാലും ലക്ഷ്മിയെ എന്ത് വിളിക്കുന്നത്
തമ്പരാട്ടി എന്നത് അതൊരു കളിയാക്കുന്ന രീതിയിലാണ്. തമ്പരാട്ടി എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ വ്യക്തി ഹത്യ ചെയ്തത് പോലെ ഒരു പരിധി വിട്ടപ്പോൾ എല്ലാവർക്കും തോന്നി. അത് ശരിക്കും ഇപ്പോൾ ലക്ഷ്മിക്ക് ഒരുപാട് പ്രേക്ഷക പിന്തുണ വരാൻ ഒരു ഇടയാക്കിയത് ഷാനവാസാണ്. ഷാനവാസിന്റെ ഈ വിളി ഒരുപാടായപ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നി ഷാനവാസ് മനഃപൂർവ്വം ലക്ഷ്മിയെ അടിച്ചു താഴ്ത്താനാണ്. ലക്ഷ്മി ആണെങ്കിൽ ഒരു ഇഞ്ച് താഴുന്നുമില്ല, ആ കട്ടക്ക് നിൽക്കുകയാണ്. ലക്ഷ്മി പറയാനുള്ള വാക്കുകൾ സ്ഫുടമായിട്ട് പറയുന്നു. നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ആദില, നൂറ, അതുപോലെ അനുമോളൊക്കെ ഗെയിം എവിടെയാണ് എന്താണെന്ന് പോലും അറിയാതെ ഫ്രണ്ട്ഷിപ്പും കളിച്ച് മുക്കിലും മൂലലും ചിരിയും കളിയും തമാശയായിട്ട് ഒരു ടൂറിന് വന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് എവിടെ വരെ എത്തുന്ന അറിയില്ല. ആദിലും നൂറയും അനുമോളും ഇനി ഉയർന്നു വരണമെങ്കിൽ അടുത്ത കുറച്ച് ആഴ്ചകൾ നന്നായി കളിച്ച് തന്നെ പറ്റുള്ളൂ. അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കളിക്കേണ്ടി വരും എന്നുള്ള ഉറപ്പാണ്. പ്രത്യേകിച്ച് അനുമോള് ഫാൻസ് ഒക്കെ എത്ര നാൾ നിൽക്കുന്നതെന്ന് അറിയില്ല. കാരണം അവർക്ക് വേണ്ടത് നല്ല രീതിയിൽ ഗെയിം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻസ് ഉള്ള ഒരു കണ്ടന്റ് തന്നെയാണ് എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് അനുമോളുടെ ഭാഗത്തുനിന്ന് അത് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വീക്കുകളായിട്ട് അനുമോളുടെ ഗെയിം വളരെ വീക്ക് തന്നെയാണ്. അപ്പോൾ അനുമോള് പുതിയതായിട്ട് കണ്ടന്റുകൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ കിച്ചണിലാണ്. അനുമോള് തന്നെ കിച്ചൺ ടീമിൽ ഇല്ലെങ്കിൽ പോലും അനുമോള് കടന്നു കയറി കിച്ചണിൽ എന്തെങ്കിലും അടി ഉണ്ടാക്കി ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മോശമാണ്. പക്ഷെ ലക്ഷ്മി കഴിഞ്ഞ കിച്ചണിൽ ഒരു അടി ഉണ്ടായ സമയത്ത് അനുമോളെ അടിച്ചിരുത്താണ് ചെയ്തത്. അനുമോളെ ഒരു കാര്യങ്ങളും ഇവിടെ എടുക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ലക്ഷ്മി മുഖത്ത് നോക്കി പറഞ്ഞത്. അപ്പൊ അതൊക്കെ പ്രേക്ഷകർക്ക് ഒരുപാട് എടുക്കും. കാരണം ഒരുപാട് ഹെഡ് വെയിറ്റ് ഉള്ള ഒരാളാണ് എന്നുള്ള രീതിയിലൊന്നും ആൾക്കാർ ഇനി എടുക്കും തോന്നുന്നില്ല. കാരണം ഇന്ന് തന്നെ അക്ബറിന്റെ ഒരു ഗെയിമാണ് ശരിക്കും ലക്ഷ്മി ഇല്ലാതാക്കിയത്. അത് അക്ബർ ഇങ്ങനെ ഉയർന്നു വരായിരുന്നു. ലാലേട്ടൻ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഷാനവാസിനെ അടിച്ചടിച്ചിട്ടിട്ട് വരുന്ന സമയത്ത് അക്ബറിന്റെ വളരെ നല്ല മനസ്സിന് ഉടമയാണ്, നല്ല വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോഴാണ് ലക്ഷ്മി പറയുന്നത് ഷാനവാസ് കുറച്ചും കൂടെ ജെന്യുവനാണ്, ആള് തുറന്നടിച്ച് പറയുന്നേ ഉള്ളൂ. പക്ഷെ അക്ബർ അങ്ങനെ അല്ല. അതായത് ആ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തതിൽ ഷാനവാസിനെ ഒരു പാർട്ടിസിപ്പന്റ് ആക്കണം എന്ന് പറഞ്ഞത് അക്ബർ മാത്രമാണ്. മറ്റുള്ളവരെല്ലാവരും എതിർത്തിട്ട് അക്ബർ മാത്രമാണ് പറഞ്ഞത്. അത് അക്ബറിന്റെ ഒരു ഗെയിമാണ്. കാരണം ഷാനവാസ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷാനവാസ് അത് നെഗറ്റീവ് ആവും, അക്ബറിന് അത് പോസിറ്റീവ് ആവും. ഈ ഗെയിം കൊളായി കഴിഞ്ഞാൽ എല്ലാ ഗെയിമും കൊളാക്കുന്ന ഒരാൾ ഷാനവാസ് ആണ് എന്നുള്ള രീതിയിലോട്ട് വരും. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ട് അക്ബർ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സ്റ്റോറി പോലെ ആണ് എന്നാണ് എനിക്ക് ലക്ഷ്മി പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ എല്ലാവർക്കും അപ്പൊ ഒരു സംശയം വരുമല്ലോ, അക്ബറിന്റെ പ്ലാൻ അതായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും. അപ്പൊ അക്ബറിന് ഇന്നുണ്ടായിട്ടുള്ള ഇന്നത്തെ വീക്കെൻഡില് അക്ബറിന് പൊക്കി കൊണ്ടുവന്നത് ഒരു തടസ്സം ലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അക്ബറിന് ഭയങ്കരമായിട്ട് കൊണ്ടു. അതുപോലെ ഷാനവാസിന് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ എടി പൂടി എന്നുള്ള വിളികളെ ഒരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തീർത്ത് കളഞ്ഞിരിക്കുകയാണ് ഷാനവാസിനെ. അപ്പൊ അതൊക്കെ പ്ലസ് ആയിട്ട് വന്നിരിക്കുന്നത് ലക്ഷ്മിക്കാണ്. അപ്പോൾ ലക്ഷ്മിക്ക് ഇത്രയും പ്ലസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ലേഡി കണ്ടസ്റ്റൻസിന്റെ ഗെയിം എന്താണ് ആൾക്കാർ വിലയിരുത്തുമ്പോൾ അനുമോളൊന്നും ചെയ്യുന്നില്ല, ആദിലും ന്യൂറൊന്നും ചെയ്യുന്നില്ല. ഇവര് കുറെ ഫ്രണ്ട്ഷിപ്പുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, മുക്കിലും മൂലയിൽ ചിരിക്കുന്നു, കളിക്കുന്നത്. ന്യൂറൊക്കെ വെറും വേസ്റ്റ് എന്ന പോലെ ചിരിച്ചുകൊണ്ട് വെറുതെ നടക്കുന്നത്, ഒരു ഗെയിം എടുക്കുന്നില്ല. ആ ഒരു ഫാക്ടറി ടാസ്ക് വരെയാണ് ന്യൂറയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ന്യൂറയ്ക്ക് ഒരു ഗെയിമിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ബിഗ് ബോസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ തീർത്തും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ആദിലും അതുപോലെയാണ്. ഇപ്പൊ ലാലേട്ടൻ മുമ്പിൽ വളരെ പാവമായി വിനയത്തോടെ നിൽക്കുന്ന ആദില വീക്കിൻ്റെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഫുള്ള് ലേഡി ഗുണ്ടായിസമാണ്. അത് ചില കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് മാത്രമാണ് ആദില എടുക്കുന്നത്. അതാണ് ആദിലയുടെ ഏറ്റവും വലിയ ഒരു പോരായ്മയും ആളുകളുടെ മനസ്സിലോട്ട് കയറാൻ പറ്റാതിരിക്കുന്നതിന് ഒരു പ്രധാന കാരണം അതാണ്. ഒരു ഗെയിം പോലും കളിക്കാതെ നൂറ ജനങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് കയറുന്നതും ആദില കയറാതിരിക്കുന്നതിന് പ്രധാന കാരണം ആദിലയുടെ ഈ മോശപ്പെട്ട ഈ ഒരു അവഗണന, പുരുഷന്മാരോടൊക്കെ തട്ടിക്കയറ്റം അല്ലെങ്കിൽ അവരെ പ്രയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അത് മോശമായതുകൊണ്ടാണ്. അനുമോളാണെങ്കിൽ ഇപ്പോൾ ഒന്നിലേക്കും ഇല്ല, കുറേ ഞാൻ പറഞ്ഞ കുറേ ക്യൂട്ട്നെസ് ഇട്ട് നടക്കുന്നു എന്നല്ലാതെ അഭിപ്രായങ്ങളൊന്നുമില്ല. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പാചകത്തിന്റെ കാര്യത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ലക്ഷ്മി കയറാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. അതുപോലെ ഷാനവാസിന്റെ ഗെയിം ഇന്നത്തോടുകൂടി തീർന്നു. ഈ എടി പൊടി വിളിയൊക്കെ തീർന്ന് അനീഷിനോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ആഴ്ച തൊട്ടിട്ട് ഷാനവാസ് എനിക്ക് തോന്നുന്നത് വീണ്ടും മീശ പിരിക്കാൻ തുടങ്ങും, വീണ്ടും അക്ബറായിട്ട് ഏറ്റുമുട്ടാനുള്ള പല തന്ത്രങ്ങളും മെനയുമെന്നാണ് തോന്നുന്നത്. ഇതിന് കുറച്ച് ദിവസങ്ങളുള്ളൂ. ആദ്യ കളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അനീഷിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അനീഷ് ഇനി കുറച്ചും കൂടെ സൂക്ഷിച്ച് കളിക്കും. അനീഷിന്റെ പല കാര്യങ്ങളും ഇന്ന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കോമണർ എന്ന് പറഞ്ഞ് ഉള്ള ഒരു കാർഡ് ഇറക്കല്, അതേ
സെലിബ്രിറ്റീസിന് അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കി നടക്കുന്നത്, ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞ പിന്നെ സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും തന്നെ അവരെല്ലാവരും തടയുന്നു, തന്റെ സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്നില്ല, ക്യാമറയ്ക്ക് മുമ്പിൽ പോലും വരാൻ അനുവദിക്കുന്നില്ല. ഇത് എത്ര നല്ല ഫേക്ക് സ്റ്റേറ്റ്മെന്റ്സ് മുഴുവൻ പൊളിച്ചടുക്കി അനീഷിന്റെ കയ്യിൽ ലാലേട്ടൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇപ്പോ രക്ഷപ്പെട്ടിരിക്കുന്നത് അനുമോള്, ആര്യൻ, ഇവരൊക്കെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് ബിന്നിയെ കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ശരിക്കും ഷാനവാസിന്റെ, ആദിലയുടെയും അനീഷിന്റെയും അതുപോലെ അക്ബറിന്റെയും ഒരു ദിവസമായിരുന്നു പറയാം. തമ്മിൽ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്കും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ട് ഷാനവാസിന്റെ ഗെയിമാണ്. ഇനി അങ്ങോട്ട് ഷാനവാസിന്റെ ഗെയിം എന്താവുന്നത് കണ്ടറിയാം. നാളെ എവിക്ഷനാണ്. എവിക്ഷനിൽ എനിക്ക് തോന്നുന്നു ആദില രക്ഷപ്പെട്ടിട്ടെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ആരായിരിക്കും പോവാന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ബിന്നി പോകുന്നു, നമുക്കൊന്നും അറിയില്ല, ആരാ പോകുന്നൊന്നും അറിയില്ല. അപ്പൊ ഗെയിമിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷെ ഗെയിം വെച്ചിട്ടല്ല ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ബിന്നി ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കാം, അനുമോള് ചിലപ്പോൾ ഔട്ടായേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ആര്യന്റെ കാര്യം എനിക്ക് ഒന്നും തോന്നുന്നില്ല. എന്ത് വേണമെങ്കിൽ മറയാം. അപ്പൊ നാളത്തെ എവിക്ഷനിൽ ആരൊക്കെയാണ് ഔട്ടാവുന്നത് അതിനെക്കുറിച്ച് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എനിക്കിത് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ശരിക്കും ഷാനവാസിനെ പൊളിച്ചെടുക്കാൻ തന്നെ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് എനിക്ക് തോന്നിയത്.